രാഷ്ട്രീയ സ്വയംസേവക് സംഘം RSS അതിന്റെ ശതാബ്ദി വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിന്റെ സ്ഥാപനപരമായ യാത്രയും പ്രത്യയശാസ്ത്രപരമായ പരിണാമവും സമകാലികമായ സ്വാധീനവും ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും വലിയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ഈ സംഘടനയുടെ ഘട്ടങ്ങളായുള്ള വികാസത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെ അവസാന പ്രസംഗം സവിശേഷമായ പ്രാധാന്യമുള്ളതാണ്. 1940 ജൂൺ 4 നാഗ്പൂരിൽ നടന്ന RSS പരിശീലന ക്യാമ്പിന്റെ അവസാന ദിവസമാണ് ഈ പ്രസംഗം നടത്തിയത്. കേവലം ചടങ്ങുകൾക്കു വേണ്ടിയുള്ളതോ വാചാല നിറഞ്ഞതോ അല്ലാതിരുന്ന ആ ചെറിയ പ്രസംഗം സംഘടനയുടെ ലക്ഷ്യത്തിന്റെ സത്തയായിരുന്നു. അതിൽ അധികാരം, രാഷ്ട്രീയം അല്ലെങ്കിൽ വ്യക്തിപരമായ പാരമ്പര്യം എന്നിവയെക്കുറിച്ചുള്ള യാതൊരു പരാമർശവുമില്ലായിരുന്നു. പകരം സംഘടന, സ്വഭാവശുദ്ധി, തുടർച്ച, ദേശീയ ജീവിതത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവയ്ക്കാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. 85 വർഷങ്ങൾക്കു ശേഷം സംഘം അതിന്റെ 100 വർഷത്തെ അസ്തിത്വം പൂർത്തിയാക്കുമ്പോൾ ആ വാക്കുകൾ അതിന്റെ യാത്രയെ നയിക്കുന്ന ഒരു ജീവനുള്ള ദിശാസൂചിക പോലെ അനുഭവപ്പെടുന്നു. ഡോക്ടർ ഹെഡ്ഗേവാർ തന്റെ ജീവിതത്തിലെ അവസാനത്തെ ഏതാനും മാസങ്ങൾക്കടുത്ത ആരോഗ്യപ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുകയായിരുന്നു. അങ്ങനെയെല്ലാമായിരുന്നിട്ടും അദ്ദേഹം RSS പ്രവർത്തനങ്ങളുമായി മുന്നോട്ടുപോയി. ഒടുവിൽ മഹാരാഷ്ട്ര പത്രത്തിന്റെ എഡിറ്ററായ ഗോപാൽറാവു ഓഗലെയും മറ്റ് ചില പ്രമുഖരും അദ്ദേഹത്തെ നിർബന്ധിച്ച് 1940 ജനുവരിയിൽ ചികിത്സയ്ക്കായി ബീഹാറിലെ രാജ്ഗീറിലേക്ക് അയച്ചു. ഹെഡ്ഗേവാർ 2 മാസം അവിടെ താമസിച്ചു. ഏപ്രിലിൽ അദ്ദേഹത്തിന് വീണ്ടും അവിടെ മടങ്ങേണ്ടി വന്നു. പൂനെയിൽ നടക്കുന്ന RSS പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായി മെയ് 16 അദ്ദേഹം രാജ്ഗീറിൽ നിന്ന് വീണ്ടും നാഗ്പൂരിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഒട്ടും തൃപ്തികരമായിരുന്നില്ല. ക്യാമ്പ് നടന്ന 24 ദിവസവും അദ്ദേഹം കടുത്ത പനിയാൽ ബാധിതനായിരുന്നു. ജൂൺ 4 വലിയ പ്രയത്നത്തോടെ അദ്ദേഹം ഒരു ചെറിയ പ്രസംഗം നടത്തുകയും സ്വയംസേവകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ അവസാന സന്ദേശമായി മാറി. അദ്ദേഹം പറഞ്ഞു, ഇന്ന് നിങ്ങളോട് കുറച്ചു വാക്കുകൾ പോലും സംസാരിക്കാൻ തക്ക ആരോഗ്യസ്ഥിതിയിലല്ല ഞാൻ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 24 ദിവസമായി ഞാൻ കിടപ്പിലായിരുന്നു. സംഘത്തിന്റെ കാഴ്ചപ്പാടിൽ കഴിഞ്ഞ ഒരു വർഷം വളരെ മഹത്തായൊരു കാലഘട്ടമായിരുന്നു. ഇന്ന് എന്റെ മുന്നിൽ ഞാൻ ഒരു ലഘു ഹിന്ദുരാഷ്ട്രത്തെയാണ് കാണുന്നത്. എന്റെ അസുഖം കാരണം ഇത്രയും ദിവസം നാഗ്പൂരിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങളിൽ ഓരോരുത്തരെയും നേരിട്ട് പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചില്ല. നിങ്ങളും ഞാനും തമ്മിൽ മുൻപരിചയമില്ലെങ്കിലും എന്റെ ഹൃദയത്തെ നിങ്ങളിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ എന്നിലേക്കും ആകർഷിക്കുന്നത് എന്താണ്? അത് തീർച്ചയായും രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിൽ ലയിച്ചിരിക്കുന്ന തത്വശാസ്ത്രത്തിന്റെ ഫലമാണ്. മുൻപ് യാതൊരു സമ്പർക്കവുമില്ലെങ്കിൽ പോലും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ സ്വയംസേവകർ പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുന്നതിനു മുൻപ് തന്നെ അവർ പരസ്പരം സുഹൃത്തുക്കളായി മാറുന്നു. അവരുടെ മുഖത്തെ പുഞ്ചിരി മാത്രം മതി അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ. വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളുള്ള പഞ്ചാബ്, ബംഗാൾ, മദ്രാസ്, ബോംബെ, സിന്ധു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വയംസേവകർക്ക് എങ്ങനെയാണ് പരസ്പരം ഇത്രയധികം സ്നേഹിക്കാൻ കഴിഞ്ഞത്? അവർ എല്ലാവരും രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിൽപ്പെട്ടവരായതുകൊണ്ട് മാത്രമാണ് അത് സാധ്യമായത്. സംഘത്തിലെ എല്ലാ സ്വയംസേവകരും സ്വന്തം സഹോദരങ്ങളെപ്പോലെ പരസ്പരം സ്നേഹിക്കുന്നു. ഒരേ അമ്മയുടെ മക്കൾ പോലും ചിലപ്പോൾ സ്വത്തുവിവരങ്ങളുടെ പേരിൽ പരസ്പരം വഴക്കിട്ടേക്കാം. എന്നാൽ സ്വയംസേവകർക്കിടയിൽ ഇത്തരം വഴക്കുകൾ ഒരിക്കലും ഉണ്ടാകില്ല. കഴിഞ്ഞ 24 ദിവസമായി ഞാൻ എന്റെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. എന്നാൽ എന്റെ ഭൗതിക ശരീരം അവിടെയായിരുന്നപ്പോൾ എന്റെ മനസ്സ് നിരന്തരം ഇവിടെ നിങ്ങൾക്കിടയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ പരിപാടിയിൽ കുറഞ്ഞത് പ്രാർത്ഥനയുടെ സമയത്തെങ്കിലും ഏതാനും നിമിഷങ്ങൾ പങ്കെടുക്കാൻ എനിക്ക് അടക്കാനാവാത്ത ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർമാരുടെ കർശനമായ നിർദ്ദേശം കാരണം എനിക്ക് ആ സന്തോഷം വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. നിങ്ങളെല്ലാവരും ഇന്ന് നിങ്ങളുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങുകയാണ്. ഞാൻ നിങ്ങൾക്കേവർക്കും സ്നേഹം നിറഞ്ഞ യാത്രയയപ്പ് നേരുന്നു. ഈ വേർപിരിയൽ വേദനാജനകമാണെങ്കിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ വന്നത് ഏത് ലക്ഷ്യത്തിനാണോ അത് നിറവേറ്റാനാണ് നിങ്ങൾ മടങ്ങുന്നത്. നിങ്ങളുടെ അവസാന ശ്വാസം വരെ നിങ്ങൾ സംഘത്തെ മറക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. യാതൊന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാതിരിക്കട്ടെ. ഞാൻ 5 വർഷം മുമ്പ് സംഘത്തിന്റെ ഒരു സ്വയംസേവകനായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു നിർഭാഗ്യകരമായ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നമുക്ക് സ്വയംസേവകരായി തുടരാം. ശരീരവും മനസ്സും ആത്മാവും കൊണ്ട് സംഘത്തിന്റെ ആദർശങ്ങൾക്കായി പ്രവർത്തിക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം നമുക്ക് എപ്പോഴും ജ്വലിപ്പിച്ചു നിർത്താം. എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ഇന്ന് ഞാൻ എത്രത്തോളം സംഘടനാ പ്രവർത്തനം നടത്തി എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. RSS വലിയ ലക്ഷ്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സംഘത്തിന്റെ പതിവ് പരിപാടികൾ നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ ദിവസേന സംഘസ്ഥാനിൽ RSSന്റെ ദിവസേനയുള്ള ശാഖകൾ നടക്കുന്ന സ്ഥലം ശാരീരികമായി സന്നിഹിതരാകുകയോ ചെയ്യുന്നത് മാത്രം നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ പര്യാപ്തമല്ല. ഓർക്കുക, കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള മുഴുവൻ ഹിന്ദു സമൂഹത്തെയും നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്.
യഥാർത്ഥത്തിൽ സംഘത്തിന് പുറത്തുള്ള വിശാലമായ ഹിന്ദുലോകമാണ് നമ്മുടെ പ്രധാന പ്രവർത്തന മേഖല. സംഘം എന്നത് സ്വയംസേവകരുടെ മാത്രം സ്വത്തായിരിക്കരുത്, മറിച്ച് സംഘത്തിന് പുറത്തുള്ള മുഴുവൻ ഹിന്ദു ജനവിഭാഗങ്ങളെയും അത് ഉൾക്കൊള്ളണം. ജനങ്ങൾക്ക് ദേശീയ വിമോചനത്തിന്റെ യഥാർത്ഥ പാത കാണിച്ചുകൊടുക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ യഥാർത്ഥ പാത സംഘടന എന്നതല്ലാതെ മറ്റൊന്നുമല്ല. ഇത്തരമൊരു സംഘടനയിലൂടെ മാത്രമേ ഹിന്ദുക്കൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയൂ. ഭാവിയിലേക്കുള്ള തന്റെ ദർശനം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. നമ്മുടെ ശ്രമങ്ങൾ തുടരുമ്പോൾ അവിഭാജ്യവും അഖണ്ഡവുമായ ഒരു സത്തയായി ഭാരതം മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സുവർണ നിമിഷം വന്നെത്തും. അപ്പോൾ ഭൂമിയിലെ ഒരു ശക്തിക്കും ഹിന്ദുസ്ഥാനെ ദ്രോഹബുദ്ധിയോടെ നോക്കാൻ കഴിയില്ല. നമ്മൾ ആരെയും ആക്രമിക്കാൻ പുറപ്പെട്ടവരല്ല. എന്നാൽ മറ്റുള്ളവർ നമ്മെ ആക്രമിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ എപ്പോഴും ജാഗ്രതയോടെ പ്രതിരോധിക്കാൻ നാം തയ്യാറായിരിക്കണം. ഞാൻ നിങ്ങളോട് പുതിയതായി ഒന്നും പറയുന്നില്ല. ഓരോ സ്വയംസേവകനും സംഘടനാ പ്രവർത്തനത്തെ തന്റെ ജീവിതത്തിലെ ഏകദൌത്യമായി കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ സംഘടനാ പ്രവർത്തനത്തിന് മാത്രമാണ് പരമമായ മുൻഗണന എന്ന ദൃഢമായ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പതിപ്പിച്ചുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുക എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഉറപ്പോടെ ഞാൻ നിങ്ങൾക്കേവർക്കും യാത്രയയപ്പ് നേരുന്നു. ആരോഗ്യം വഷളായതിനെ തുടർന്ന് ജൂൺ 15-ന് അദ്ദേഹത്തെ പ്രത്യേക പരിശോധനയ്ക്കായി മായോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മായോ ഹോസ്പിറ്റലിലെ പരിശോധനകൾക്ക് ശേഷം അദ്ദേഹത്തെ ബാബാസാഹേബ് ഗാട്ടതയുടെ വസതിയിലേക്ക് മാറ്റി. ജൂൺ 20-ഓടെ അദ്ദേഹത്തിന്റെ നില കൂടുതൽ വഷളായി. ഡോക്ടർമാർ അദ്ദേഹത്തിന് ലംബാർ പങ്ചർ ചെയ്യാൻ തയ്യാറെടുത്തു. തന്റെ അന്ത്യം അടുത്തെന്ന് ഡോക്ടർ ഹെഡ്ഗേവാർ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം MS ഗോൾവൽക്കറെ തന്റെ അടുത്തേക്ക് വിളിച്ചു. RSS മുതിർന്ന ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ശരി, ഇനി മുതൽ സംഘത്തിന്റെ ചുമതല നിങ്ങൾ ഏറ്റെടുക്കണം. 1940 ജൂൺ 21 വെള്ളിയാഴ്ച RSS സ്ഥാപകനായ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ തന്റെ അവസാന ശ്വാസം വലിച്ചു.